യോബിന്റെ പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്, ഇയ്യോബ് തൻ്റെ സുഭാഷിതം തുടർന്ന് ചൊല്ലിയത് എന്തെന്നാൽ, എൻ്റെ ന്യായം നീക്കിക്കളഞ്ഞ ദൈവത്താണേ, എനിക്ക് മനോവ്യസനം വരുത്തിയ സർവശക്തനാണ്, എൻ്റെ പ്രാണൻ മുഴുവനും എന്നിലും ദൈവത്തിൻ്റെ ശ്വാസം എൻ്റെ മൂക്കിലും ഉണ്ടല്ലോ. ചില ആളുകൾക്കൊരു പ്രശ്നമുണ്ട്. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അവർ കർത്താവിനെ പഴിക്കും, മനസ്സിലായോ? അല്ലെങ്കിൽ അവർ പാസ്റ്റർമാരെ പഴിക്കും, മനസ്സിലായോ? ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി ആരാണോ പ്രാർത്ഥിച്ചത് ആ വ്യക്തികളെ പഴിക്കും, മനസ്സിലായോ? എന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം ആർക്കും ഒരു ദ്രോഹവും ചെയ്യത്തില്ല. കർത്താവ് ആർക്കും ഒരു തിന്മയും ചെയ്യത്തില്ല. ദൈവം എല്ലാവർക്കും നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ദൈവത്തെയും ദൈവത്തിൻ്റെ മക്കളെ ദൈവം നിയോഗിച്ചവരെയും പഴിക്കുന്ന ശപിക്കുന്ന സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുക. ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി വരും. ചിലർ പറയുന്നു, എൻ്റെ പ്രാണൻ മുഴുവനും ദൈവത്തിൻ്റെ എന്നിലും ദൈവത്തിൻ്റെ ശ്വാസം എൻ്റെ മൂക്കിലും ഉണ്ടല്ലോ എന്ന്. ജീവിച്ചിരുന്നിട്ട് എന്തോന്ന് കാര്യം? ഒരു നേട്ടവും ഇല്ലല്ലോ എന്നാണ് ചില ആളുകൾ പറയുന്നത്, മനസ്സിലായോ? നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കൂ, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് ദൈവം തമ്പുരാൻ പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും, അതായത് കഷ്ടതയും കണ്ണുനീരും വരുന്നത് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്, മനസ്സിലായോ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക, ബൈബിള് വായിക്കുക, ചർച്ചിൽ മുടങ്ങാതെ പോവുക, കർത്തൃമേശയിൽ പങ്കെടുക്കുക എന്ന് കർത്താവ് പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ദൈവം ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഒരു കൽപ്പനയാണ്, ദശാംശം കൊടുക്കുക, സ്തോത്ര കാഴ്ച കൊടുക്കുക, മനസ്സിലായോ? ഇത് രണ്ടും മുടങ്ങാതെ നിങ്ങൾ ചർച്ചിൽ കൊടുക്കൂ. നിങ്ങളുടെ സാമ്പത്തികം വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ ഉയർച്ച വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളിപ്പോൾ താഴ്ചയിലാണെങ്കിൽ നിങ്ങൾ ഉയർച്ച പ്രാപിക്കും, മനസ്സിലായോ? ഇത് ദൈവത്തിൻ്റെ കൽപ്പനയെ പാലിക്കത്തില്ല. ദൈവഭയമില്ല. ദൈവത്തിൻ്റെ കൽപ്പനകളും വചനങ്ങളും അനുസരിക്കുന്നില്ല. തോന്നിയതുപോലെ അങ്ങ് ജീവിക്കുകയാണ്. ദൈവത്തോട് ഭയവുമില്ല, കൽപ്പനകളും വചനങ്ങളും അനുസരിക്കത്തുമില്ല. എന്നിട്ടോ അത് വന്നു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അത് വന്നു ഇത് വന്നു എന്ന് പറഞ്ഞ് കർത്താവിനെ പഴി പറയുന്നു. അതിൻ്റെ ആവശ്യമില്ല. ആമേൻ. നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളും വചനങ്ങളും അനുസരിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുക. വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഞാൻ വിശദീകരിക്കുന്നില്ല, എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. വേറുപാടെന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെതായ സുഖമകളെ കുറച്ചെങ്കിലും മുറുകെ പിടിക്കാത്തവരാരും ഈ ലോകത്തുണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ മ്യൂസിയം കാണാൻ പോയി. അത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടു. ഞാനായിട്ട് പോയതല്ല, എൻ്റെ ഒരു കൂട്ടുകാരത്തിൽ നിർബന്ധിച്ചപ്പോഴത്തേക്കും ഞാനങ്ങ് പോയതാ. എനിക്കതിലൊന്നും ഈ ആഘോഷങ്ങളിലൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ ഓണം ആഘോഷിക്കാറില്ല, ക്രിസ്മസ് ആഘോഷിക്കാറില്ല, ന്യൂ ഇയർ ആഘോഷിക്കാറില്ല, ഒന്നും എൻ്റെ ലൈഫിലില്ല, ഒന്നും ആഘോഷിക്കാറില്ല. പിന്നെ കൂട്ടുകാർക്ക് നിർബന്ധിച്ചപ്പോൾ അവരുടെ ഒരു സന്തോഷത്തിന് ഞാൻ പോയതാ. പക്ഷേ എങ്കിലും ഞാൻ പറയട്ടെ, അത് ലോകത്തിൻ്റെതായ സുഖമോഹങ്ങളിൽ ഒന്നാണ്, മനസ്സിലായോ? അപ്പം ആ സുഖമോഹങ്ങളിൽ എന്ന് കരുതി അത് തന്നെ ഒരു ശീലമാക്കി നമ്മൾ നടക്കരുത്. ദൈവത്തെ മറന്ന് ചർച്ചിനെ മറന്ന് ചില ആളുകളുണ്ട്, എന്താണ് പറയാ, ഞായറാഴ്ച ആകുമ്പോഴത്തേക്കും അവർക്ക് കല്യാണം വരും, വീട് കയറി താമസം വരും, മറ്റു പല ആവശ്യങ്ങൾ വരും. ചിലർ അയ്യോ എനിക്ക് തലവേദന എന്ന് പറഞ്ഞ് പള്ളിയിൽ പോകില്ല. ചിലർ എന്താണ് പറയുക, അന്നേ ദിവസം എനിക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട്, മ്യൂസിയം കാണാനും കോവളം കാണാനും ശംഖുമുഖം കാണാനും പോകും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആരാധന മുടക്കിയിട്ടുള്ള ഒരു പരിപാടിക്കും നിൽക്കരുത്. കർത്താവ് പറയുന്നുണ്ട്, 6 ദിവസം നീ നിന്റെ വേല തികയ്ക്കുക, 7-ാം ദിവസം ശബ്ബത്ത് നാളിനെ ആരാധനയെ ശുദ്ധീകരിക്കാമെന്ന് ദൈവം തമ്പുരാൻ പറയുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അതിന് പകരം കല്യാണത്തിന് ഞായറാഴ്ച ദിവസം എന്ത് കുന്തം വന്നാലും പോകരുത്. ഞാൻ പോകില്ല. ആരാധന മുടക്കിയിട്ടുള്ള ഒരു പരിപാടിക്കും നമ്മളില്ല, മനസ്സിലായോ? അതുകൊണ്ട് ഞായറാഴ്ച ദിവസം നോക്കിയിരുന്നിട്ട് ശംഖുമുഖത്തും കോവളത്തും പോയിട്ട് ഒരു കാര്യമില്ല, ഒരു നേട്ടവും. അവിടെ ചെന്ന് കടൽ കണ്ടിട്ട് തിരിച്ചു വരാമെന്നേ ഉള്ളൂ. കടൽ പിന്നെയും കാണാം. അത് അവിടുത്തെ ലോക അവസാന കാലം വരെ കടൽ അവിടെ തന്നെ ഉണ്ടാവും. ആരാധന മുടക്കി കടൽ കാണാൻ പോകരുത്, ശംഖുമുഖത്ത് പോകരുത്, കോവളത്ത് പോകരുത്, കല്യാണത്തിന് പോകരുത്, ഒരു പരിപാടിക്കും പോകരുത്. ആമേൻ. അതിൽ കുറച്ചുള്ള സ്നേഹം മതിയെന്ന് വെക്കുക. അതുകൊണ്ട് ആരാധനയുടെ മുടക്കിയിട്ടുള്ള ഒരു പരിപാടിക്കും നിങ്ങൾ നിൽക്കരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നല്ലതായി വരത്തില്ല. വചനം കേട്ട് വളരണമെങ്കിൽ ചർച്ചിൽ തന്നെ പോകണം.
അഭിഷേകവും പരിശുദ്ധാത്മ കൃപയും പ്രാപിക്കണമെങ്കിൽ ചർച്ചിൽ തന്നെ പോകണം. അന്യഭാഷ ലഭിക്കണമെങ്കിൽ കർത്താവ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അഭിഷേകവും പരിശുദ്ധാത്മ കൃപയും പ്രാപിക്കണം. എന്നാലേ പറ്റത്തുള്ളൂ. കർത്താവ് അവൻ്റെ ദൂതന്മാരെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ശത്രുവും നമ്മളെ മാന്താതിരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ പണി മുട്ടന. മനസ്സിലായോ? അതുകൊണ്ട് കർത്താവിൻ്റെ കൽപ്പനകളും വചനങ്ങളും നിങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ദൈവത്തെ നേരോടെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാവില്ല. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.